നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പ്രത്യാശയുടെ സന്ദേശം പകർന്ന് ക്രൈസ്തവ വിശ്വാസികൾക്ക് ഇന്ന് ഈസ്റ്റർ ആഘോഷം. യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. നിർമ്മാണം പൂർത്തിയാകും മുമ്പേ വടക്കാഞ്ചേരി മണ്ണുത്തി 6 വരി പാതയിൽ വീണ്ടും ടോൾ നിരക്ക് ഉയർത്തുന്നു. തിങ്കളാഴ്ച മുതലാണ് പുതിയ നിരക്കുകൾ നിലവിൽ വരുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യം നരേന്ദ്രമോദി ഭരണകാലത്ത് കശാപ്പ് ചെയ്യപ്പെടുകയാണ് എന്ന് AITUC ജില്ലാ പ്രസിഡന്റ് TK സുധീഷ്. അഴിമതി മാത്രമാണ് BJPയുടെ അജണ്ട എന്നും TK സുധീഷ്. വാർത്തകൾ വിശദമായി. പ്രത്യാശയുടെ സന്ദേശം പകർന്ന് ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷം. പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ പ്രാർത്ഥനകളും ശുശ്രൂഷകളും നേരം പുലരും വരെ തുടർന്നു. ശുശ്രൂഷകളിലും വിശുദ്ധ കുർബാനകളിലും നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. മൗണ്ട് കാർമൽ ചർച്ച് കാര ഇടവക ഈസ്റ്റർ ദിനത്തിൽ ഉയർപ്പിന്റെ ദൃശ്യാവിഷ്കാരം അവതരിപ്പിച്ചു. ഇടവകയിലെ യൂത്ത് അംഗങ്ങളാണ് ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്. തുടർന്ന് ഫാദർ ജോഷി കല്ലറയ്ക്കലിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചു. സഹവികാരി വിപിൻ മുതലപ്പറമ്പിൽ സഹകാർമ്മികനായിരുന്നു. 2000ഓളം വിശ്വാസികൾ പങ്കെടുത്ത ദിവ്യബലിയിൽ വികാരി എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേർന്നു. നിർമ്മാണം പൂർത്തിയാകും മുമ്പേ വടക്കാഞ്ചേരി മണ്ണുത്തി 6 വരി പാതയിൽ വീണ്ടും ടോൾ നിരക്ക് ഉയർത്തുന്നു. തിങ്കളാഴ്ച മുതലാണ് പുതിയ നിരക്കുകൾ നിലവിൽ വരുന്നത്. കുതിരാൻ ഇരട്ടത്തുരങ്കങ്ങളിൽ ഒന്ന് താൽക്കാലികമായി അടച്ച സാഹചര്യത്തിൽ നിരക്കുയർത്തുന്നത് പരസ്യമായ വെല്ലുവിളിയാണെന്നാണ് യാത്രക്കാരുടെ പരാതി. ടോൾ നിരക്ക് ഉയർത്തിയതിൽ യാത്രക്കാരുടെ പ്രതിഷേധവും ശക്തമാണ്. കുതിരാൻ ഇരട്ടത്തുരങ്കങ്ങളിൽ ഒന്ന് ജനുവരിയിലാണ് അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി അടച്ചത്. ഒരു തുരങ്കത്തിലൂടെ ഇരുവശത്തേക്കുള്ള വാഹനങ്ങൾ വരിവരിയായി മാത്രം കടന്നുപോകും. പണി പൂർത്തിയാകാതെ ടോൾ പിരിക്കരുതെന്ന പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കാൻ ഇരിക്കെയാണ് നിരക്ക് വർധന. പുതിയ നിരക്കുകൾ ഇങ്ങനെ: മിനി ബസ്, ചെറുചരക്ക് വാഹനങ്ങൾ എന്നിവയ്ക്ക് ഒരു ദിശയിലേക്ക് 170 രൂപ കൊടുക്കണം. ചെറുവാഹനങ്ങൾക്ക് ഇരുദിശയിലേക്കടക്കം 160 ആയിരുന്നത് 165 ആക്കി. 6 വരി പാത നിർമ്മാണം പൂർണ്ണമായിട്ടില്ലെന്ന് ദേശീയപാത അതോറിറ്റി തന്നെ സമ്മതിക്കുമ്പോഴാണ് നിർമ്മാണ കമ്പനിയുടെ ടോൾ പിരിവ്. ഇതിനെതിരെ യാത്രക്കാരും ജനകീയ വേദിയും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ അറ്റകുറ്റപ്പണിയും ടോൾ നിരക്ക് വർധനയും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നാണ് ടോൾ പ്ലാസ അധികൃതരുടെ വിശദീകരണം. സ്വാഭാവിക നിരക്ക് വർധന മാത്രമാണിതെന്നും ടോൾ പ്ലാസ അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. സരിത കൈതോലയുടെ കവിതാ സമാഹാരം കടലാസ് പൂവിന്റെ പ്രകാശനം സംവിധായകൻ പ്രിയനന്ദനൻ നിർവഹിച്ചു. സരിതനോട് 2 ദിവസം മുമ്പ് പറഞ്ഞു പുസ്തകം തരട്ടെ എന്ന്. എനിക്ക് അങ്ങനെയൊന്നും പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഈ സാഹിത്യകൃതികളാണെങ്കിലും കവിതയാണെങ്കിലും കഥയാണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇങ്ങനെ ഒറ്റയടിക്കൊന്നും അതിന് ഉൾക്കൊള്ളാനൊന്നും സാധ്യമാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അത് വായിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുത്തുകാരെ അല്ലെങ്കിൽ എഴുത്തുകാരിയൊക്കെ എഴുതിയതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റുമ്പോഴാണ് അതിൻ്റെ ഒരു ആസ്വാദന ബോധം നമ്മൾക്ക് കൈവരിക്കാൻ പറ്റുള്ളൂ എന്നാണ്. പിന്നെ എല്ലാ തരത്തിലും എഴുതാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെയാണ്. എത്ര കാലം നമ്മുടെ ഉള്ളിൽ നിൽക്കാൻ പറ്റുന്നു എന്നുള്ള അർത്ഥത്തിൽ എൻ്റെ ശ്രദ്ധ വേണ്ടത് ഒരു എഴുത്തുകാർക്ക് തന്നെയാണ്, വായനക്കാർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. നമ്മളെല്ലാ കാലത്തും എല്ലാത്തിനും സ്വീകരിച്ച് വയ്ക്കാറില്ല. അപ്പോൾ നല്ലതിന് ചിലപ്പോൾ 2 വരി മാത്രമായിരിക്കും. ഒരു കവിതയിൽ നിന്ന് ചിലപ്പോൾ 2 വരികളായിരിക്കും. ആ 2 വരി മതിയായിരിക്കും ചിലപ്പോൾ മറ്റൊരു കലാസൃഷ്ടിക്ക് നമുക്ക് പ്രേരിതമാകാൻ, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനും. സന്തോഷ് മടപ്പള്ളി അധ്യക്ഷത വഹിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, രമേശ് കരിന്തലക്കൂട്ടം, TK സതീശൻ, CK ഷിജു, ജോസ് മാനാടൻ, സരിത കൈതോല തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ സംയുക്ത ഇടതുപക്ഷ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമം AITUC ജില്ലാ പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ജനാധിപത്യം നരേന്ദ്രമോദി ഭരണകാലത്ത് കശാപ്പ് ചെയ്യപ്പെടുകയാണ്. അഴിമതി മാത്രമാണ് BJPയുടെ അജണ്ട എന്നും TK സുധീഷ് പറഞ്ഞു.
പണിക്കേഴ്സ് ഹാളിൽ നടന്ന കൺവെൻഷനിൽ കെ വർഗീസ് അധ്യക്ഷനായി. മുസ്താഖ് അലി, പി സുഭാഷ്, CA അഷ്റഫ്, OC ജോസഫ്, MK പ്രതാപൻ, EG ഷീബ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പ്രത്യാശയുടെ സന്ദേശം പകർന്ന് ക്രൈസ്തവ വിശ്വാസികൾക്ക് ഇന്ന് ഈസ്റ്റർ ആഘോഷം. യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. നിർമ്മാണം പൂർത്തിയാകും മുമ്പേ വടക്കാഞ്ചേരി മണ്ണുത്തി 6 വരി പാതയിൽ വീണ്ടും ടോൾ നിരക്ക് ഉയർത്തുന്നു. തിങ്കളാഴ്ച മുതലാണ് പുതിയ നിരക്കുകൾ നിലവിൽ വരുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യം നരേന്ദ്രമോദി ഭരണകാലത്ത് കശാപ്പ് ചെയ്യപ്പെടുകയാണ് എന്ന് AITUC ജില്ലാ പ്രസിഡന്റ് TK സുധീഷ്. അഴിമതി മാത്രമാണ് BJPയുടെ അജണ്ട എന്നും TK സുധീഷ്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.